Hey gamers, it's me Metalhat. You're watching Minecraft videos. അപ്പോൾ ഗൈസ് ഇന്നെനിക്ക് ഫസ്റ്റ് തന്നെ ഒരു സന്തോഷ വാർത്തയും പറയാനുണ്ട്, ഒരു സങ്കട വാർത്തയും പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ സങ്കട വാർത്ത പറയാം നമുക്ക്. കാരണം എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡ് അങ്ങനെ ഡിലീറ്റ് ആയി പോയി ഗൈസ്. സോറി ഗൈസ്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 1.21.30 ആക്കുമ്പോൾ അത് അങ്ങോട്ട് ഡിലീറ്റ് ആയി പോയി ഗൈസ്. എനിക്ക് ബാക്കപ്പ് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. സോറി ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇപ്പോൾ അടുത്തന്നെ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാൻ സാധ്യതയില്ല ഗൈസ്. കാരണം എനിക്ക് അതിൻ്റെ ഒരു ഫസ്ട്രേഷൻ മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി കൂടുതലും മൾട്ടിപ്ലേ സീരീസിൽ ഫോക്കസ് ചെയ്യാൻ പോകും ഗൈസ്. നമ്മൾക്ക് ഇനി കുറച്ചധികം മൾട്ടിപ്ലേ സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനെടുക്ക്. കാരണം നമ്മളിപ്പോൾ ഉള്ളത് തട്ടുകട റീലോഡർ സീസൺ 2 ഗൈസ്. ഇതൊരു യൂട്യൂബേഴ്സ് ഉള്ള സെർവറാണ്. നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഞാൻ അഡ്മിൻസിൻ്റെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവർക്ക് മെസ്സേജ് ആണ് ഗൈസ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഗൈസ്. അതൊക്കെ ഞാൻ മറന്നുപോയി. എന്താണെന്ന് കാര്യമില്ല ഗൈസ്. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞതാണ്, പക്ഷേ അതിൻ്റെ ഓഡിയോ റെക്കോർഡായിട്ടില്ല. ഞാൻ അപ്പോൾ അത് വോയിസ് ഓവർ ചെയ്യാണ് ഗൈസ്. ഞാൻ കുറേ കാര്യങ്ങൾ പറയണം, പക്ഷേ അതൊന്നും വോയിസ് റെക്കോർഡായില്ല ഗൈസ്. സോറി ഗൈസ്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നു. എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസും കുറേ കാര്യങ്ങളുണ്ടെന്നു. പിന്നെ ഗൈസ് ഇന്ത്യ സെർവറിൽ തീം പറയുന്നത് ജാപ്പനീസ് തീമാണ്. അപ്പോൾ ഞാനൊരു ജാപ്പനീസ് ബിൽഡ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണം. കാരണം എനിക്ക് ജാപ്പനീസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ബിൽഡ് കുറേ ഉണ്ടാക്കാം, സെറ്റപ്പ് ആക്കാം ഗൈസ്. പിന്നെ ഞാൻ ഇരിക്കുന്ന സാധനം കണ്ടുണ്ടാവും അയൺ ബ്ലോക്കിൽ. ഞാനിവിടെ ഒരു അയൺ ഫാമൊക്കെ ഉണ്ടാക്കി ഗൈസ്. കുറച്ച് ദിവസമായി ഞാൻ കയറിയിട്ട് ഇത് കയ്യിൽ കണ്ടില്ലേ 35 ബ്ലോക്ക് ഓഫ് അയൺ ബ്ലോക്ക് ഗൈസ്. ഞാൻ കുറച്ചൊക്കെ അധികം സെറ്റായിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിക്കൊരു മെഗാബേസ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കുറേ പ്രിപ്പറേഷൻ നടത്തണം. ബിക്കോസ് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അയൺ ഫാമും കുറച്ച് ഫാംസൊക്കെ ഉണ്ടാക്കണം ഗൈസ്. എന്നാലും എനിക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. ഞാൻ മെയിനായിട്ട് അയൺ ഫാം ഉണ്ടാക്കിയത് എനിക്ക് ചെറിയ ലാഗ് ഉണ്ട് ഗൈസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ. ഞാൻ ബെഡ്റോക്ക് ആയതാണ്. ഞാൻ മെയിനായിട്ട് അയൺ ഫാം ഉണ്ടാക്കിയത് എനിക്ക് ഡയമണ്ട് ആർമർ സെറ്റാണ്. ഇന്നത്തെ മെയിൻ ഗോൾ വേണം നമുക്ക് ഡയമണ്ട് ആർമർ സെറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ മെഗാബേസൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് സെറ്റായിരിക്കണം ഗൈസ്. കാരണം നമുക്ക് മെയിനായിട്ടുള്ള എല്ലാ ബുക്സും ഒപ്പിക്കാൻ പറ്റും നോക്കണം. ഇന്നത്തെ എപ്പിസോഡിലല്ല, വരുന്ന എപ്പിസോഡ്സിൽ. അപ്പോൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് അയൺ ഫാം കാണിച്ചിട്ടാണ്. ഒരു അടിപൊളി അയൺ ഫാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു അയൺ കോളെ സ്പോൺ ആവുള്ളൂ, ബട്ട് അടിപൊളി അയൺ ഫാം ഗൈസ്. ഞാനിതാ ആ ഭാഗത്താണ് എൻ്റെ ചെസ്റ്റൊക്കെ ഇരിക്കുന്നത്. അവിടെയാണ് എനിക്ക് ബേസ് വരാൻ പോണത്. ഞാൻ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഗ്യാസേബോ സെറ്റ് ചെയ്യും ഗേസ്. ഗ്യാസേബോ പറഞ്ഞൊരു സെൻട്രൽ ബിൽഡിംഗ് ആണ് ഗേസ്. പിന്നെ ഈ ഫാം ഒരു അടിപൊളി ഫാമാണ്. ഒരു അയൺകോള സ്പോൺ ആവുള്ളെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഗേസ്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ഇനി മുതലേക്ക് അയൺ വേണ്ട ഗേസ്. ഞാൻ അയണൊക്കെ എടുത്ത് വെച്ചാലും പോണ് 35 അയണൊക്കെ വേണ്ട ഗേസ്. വെറുതെ ഗേസ് ഒന്ന് കണ്ണടക്കിട്ടോ. ഒന്ന് കണ്ണടക്കി. ഓക്കെ. ഒന്ന് കണ്ണടിച്ചോ. ഓക്കെ ഗേസ്. തന്നെ ഈ അയൺ ഫാം അടിപൊളി വർക്കിംഗ് ഗേസ്. നമുക്ക് ഇതൊന്ന് പഠിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇനി ഇതായും കൊണ്ടായാലോ കൊയ്യാം. അയ്യോ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഗേസ്. കാരണം നമുക്ക് ഡയമണ്ട് ആർമർ വാങ്ങുമ്പോൾ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യണം ഗേസ്. ഓക്കെ. ഇനിയും AFK ആക്കണം ഗേസ്. AFK എന്നാലും അയൺ പ്രൊഡ്യൂസ് ആവുള്ളൂ. അപ്പോൾ ഗേസ് ഞാൻ അയൺ ഫാം കാണിച്ചുതരാം. ഇപ്പം തന്നെ ഒരു അയൺ കോള് സ്പോൺ ആയിട്ട് ഇതാ ചാവണു, ചത്തുപോയി. ഓക്കെ. പാവം ഇപ്പം തന്നെ ഏതാ ഒരു 36 വന്നു. ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ ഒരു 36 വന്നു ഗേസ്. ഇത് ചെയ്യാത്ത അടിപൊളിയായിട്ട് വർക്കിംഗ് ആവുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം. അയ്യോ, ഞാൻ വീണു. അയ്യോ, രക്ഷിക്കണേ ആൾക്കാരെ, നാട്ടുകാരെ ഓടി വേണ്ടേ. നമുക്കിവിടെ അയൺ ബ്ലോക്ക് നമുക്ക് ബ്ലോക്കായിട്ട് വേറെ ഒന്നുമില്ല. നമുക്ക് അയൺ ബ്ലോക്ക് തന്നെ ഉപയോഗിക്കാം. വി ആർ റിച്ച്. നമുക്കിനി ഇത് പൊട്ടിക്കാം. അപ്പോൾ ആ ലാവയ്ക്ക് പോകില്ല, നമുക്ക് നേരെ ഇവിടേക്ക് പോകും. മറ്റേ ആ ഹോപ്പർക്ക് പോയിക്കോളും. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ അയൺ ഫാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മെഗാബേസ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വലിയൊരു ഏരിയ വേണം ഗൈസ്. ഒരു ചെറിയ ഏരിയ ഒന്നും പോരാ. ഒരു വലിയൊരു കാസൽ പോലത്തെ ഒരു ബിൽഡാണ് എൻ്റെ പ്ലാന് വേണത്. ഒരു ജാപ്പനീസ് ടൈപ്പ് ഒരു കാസൽ ബിൽഡാണ് എൻ്റെ പ്ലാന്. ഒരു കുറച്ചധികം ഫസ്റ്റ് ഞാനൊരു ഗ്യാസേബ് ഉണ്ടാക്കേണ്ട എനിക്ക് എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. ഇതിൽ ടാസ്ക് ഉണ്ട്. ഒരു ടാസ്ക് വേണത് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം. പിന്നെ ഒരു ഫാം ഉണ്ടാക്കണം. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ എന്താ ചെയ്യണം. അപ്പോൾ ഒരു വലിയ ഏരിയ വേണം ഗൈസ്. അപ്പം ഞാൻ മിക്കവാറും ഈ കുറേ ഡേട്ട് കളക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഈ പുഴയൊക്കെ ഞാനിപ്പോൾ ഡേറ്റ് വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെ വലിയ ഐലൻഡ് ആക്കുക ഗേസ്. അല്ല വേറെ വഴിയൊന്നുമില്ല. നോക്കാം. നമുക്ക് ആ ടൈമിൽ നമുക്ക് സെറ്റാക്കാം ഗേസ്. നമുക്കൊരു വലിയ ഏരിയ വേണം. ഇതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഫസ്റ്റ് ഒരു ഹോം ഇതാണ്. അപ്പോൾ കുറേ പരിപാടി ഉണ്ട് ഗേസ്.
ചെറിയൊരു മെഗാ ബേസ് അല്ല, നമുക്ക് അതിലെല്ലാ ഫാമും വരുന്നുണ്ട്. ഒരു ക്രീപ്പർ ഫാം വരുന്നുണ്ട്, ഒരു ആന ഫാം വരുന്നുണ്ട്, ഒരു നമുക്ക് ഇപ്പോൾ അടുത്ത എപ്പിസോഡിൽ തന്നെ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാകണം ഗൈസ്. കാരണം അതിൽ ആ ബിൽഡ് ഉണ്ടാക്കാൻ കുറേ സ്റ്റോൺ ആവശ്യമുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷനാണ് നമ്മുടെ മെഗാ ബേസിനുള്ളത്. കാരണം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഡയമണ്ട് ആർമർ ആയാലും പിന്നെ നമുക്ക് സീനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അത് മുതൽ രാത്രി ആവേണ്ട കേസ്. അപ്പോൾ നമുക്ക് നമ്മളെ വില്ലേജിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് ട്രേഡൊക്കെ സെറ്റ് ചെയ്യണം കേസ്. അതാണ് ഇനി എൻ്റെ പരിപാടി വേണ്ടത്. നമുക്ക് അത് സെറ്റാക്കിയാൽ പിന്നെ നമുക്ക് സീനില്ല, സുഖമായിട്ട് നമുക്ക് ഡയമണ്ട് ആർമർ സെറ്റായി പിന്നെ നമുക്ക് വേറെ പേടിക്കണം കേസ്. നമുക്ക് പ്രൊട്ടക്ഷനുമായി പിന്നെ നമുക്ക് ടൂൾസ് ഉണ്ടാവുമല്ലോ. ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എല്ലാ ബ്ലോക്കും പൊട്ടിച്ച് വരാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ റിസോഴ്സ് ഗ്രൈൻഡ് ചെയ്യേണ്ട കേസ്. അപ്പോൾ അതിന് വേണ്ടി അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വേഗം പോയി ഉറങ്ങാം, അല്ലെങ്കിൽ നമ്മളെ സോംബി പഠിച്ച് തിന്നും. ഗൈസ് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വില്ലേജിലേക്ക് പുറപ്പെടണം. അതാണ് പരിപാടി വന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ആ വില്ലേജിലെത്തി നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. നമുക്ക് വേഗം സെറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് മിക്കവാറും ഇപ്പോൾ ഈ 41 അയണൊന്നും ഉണ്ടാവില്ല, 0 അയണം മിക്കവാറും ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം അത്ര അയൺ അവിടെ കൊടുക്കണം. അല്ലെങ്കിൽ ഒന്ന് എമറാൾഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ച് വഴിയുള്ളൂ. ഒരു വഴിക്കറിയാം, ഒരു മറ്റേ ക്ലേ കൊടുത്ത എമറാൾഡ് കിട്ടും, പിന്നെ നമുക്ക് അയൺ കൊടുത്ത എമറാൾഡ് കിട്ടും, പിന്നെ നമുക്ക് സ്റ്റിക്ക് കൊടുത്ത എമറാൾഡ് കിട്ടും. ഇത്രയുടെ എൻ്റെ പ്ലാന്, ഇതൊക്കെ കൊടുക്കണം, അതാണ് പ്ലാന്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കേസ് നമ്മൾ വില്ലേജിലെത്തിയിട്ട് നമുക്ക് ഇനി ഓരോ ട്രേഡ് ആയിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആർമർ സെറ്റ് ചെയ്യാം.
അപ്പോൾ ഗേസ് നമ്മളങ്ങനെ നമ്മുടെ 2000 ഇയേഴ്സ് ലേറ്റർ നമ്മളങ്ങനെ നമ്മളെ സ്വന്തം നമുക്ക് 2 ആർമർ പീസ് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ലെഗിൻസും പിന്നെ നമ്മുടെ ബൂട്ട് ഒന്നാണ്, ബൂട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 കൂടി ഓപ്പൺ ആക്കി എടുക്കണം, അതിന് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ച് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, ഇതാ ഗൈസ് ഇവരാണ് നമുക്ക് ആർമർ വിൽക്കുന്നത്. ആർമർ സ്മിത്ത് ആർമർ അല്ല 2 സെറ്റാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ 2 വാങ്ങിക്കാം. ബിക്കോസ് അപ്പോൾ ഇവൻ കുറച്ചും കൂടി എക്സ്പേർട്ട് മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ഇവനിത് കൂടും ഗേസ്. ഓക്കെ ഗേസ് നമുക്ക് അച്ചീവ്മെൻറ്റ് കിട്ടി, കവർ മീ വിത്ത് ഡയമണ്ട്സ്. നമുക്ക് ഫുള്ളായിട്ടില്ല നമ്മളിപ്പോഴും, ബാക്കിയുള്ള വാങ്ങി നമുക്ക് കുറച്ചുകൂടി അവന് മാസ്റ്റർ ആക്കണം ഗേസ്, എക്സ്പേർട്ടായിട്ടുള്ള ഇപ്പോഴും അവനും. അപ്പോൾ ഗേസ് നമ്മളിതാ ഇതിന് വേണ്ടിയിട്ട് ഗേസ് നമ്മൾ കുറേ ആൾക്കാർ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളൊരു ആക്സ് വാങ്ങിയിട്ടുണ്ട് ഗേസ്, അത് നമ്മൾ അപ്പുറത്തുള്ളൊരു ടൂൾ സ്മിത്തിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ മൊത്തം ഒരു വെപ്പൺ സ്മിത്തും ഒരു 3 ടൂൾ സ്മിത്തിന് സെറ്റാക്കിയിട്ടുണ്ട് ഗേസ്. കാരണം നമുക്ക് അയൺ ട്രേഡ് ചെയ്യാനും പിന്നെ മറ്റേ ടൂൾസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി സെറ്റാക്കിയാണ്. ഈ വില്ലേജ് മൊത്തം ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ കേസ് മൊത്തം കള്ള കേസ്. ഇവനെന്ന് ഞാൻ അല്ല ഇവനെന്നല്ല, ഇവന് എമറാൾഡ് ആയിട്ടുള്ളൂ. വേറെ ചെക്കുണ്ട് കേസ്, ഇവൻ തന്നെയാണ്. ഇവന് നമുക്കിതാ ആക്സ് വെക്കുന്നുണ്ട്, കള്ള അടിപൊളി ആക്സാണ്. സിൽറ്റച്ചും 103 എഫിഷ്യൻസിയും ഉണ്ട്. പിന്നെ നമുക്കൊരു പിക്കാക്സൊന്നും വാങ്ങണം കേസ്, അത് നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ആ ആർമറിനൊന്ന് മാസ്റ്റർ ആക്കണം കേസ്. അപ്പോൾ നമുക്ക് മറ്റേ ഇത് കിട്ടുള്ളൂ, ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റും. അപ്പോൾ കേസ് നമുക്ക് അത് ഫസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് കുറച്ചുകൂടി എമറാൾഡ് ഒപ്പിക്കണം. എമറാൾഡിനാണ് ക്ഷാമം കേസ്, കാരണം അതിന് മൊത്തം ട്രേഡ് ചെയ്തിട്ട് എമറാൾഡ് സെറ്റ് ആവണല്ലോ, അതാണ് പ്രശ്നം മെയിനായിട്ട്. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം കേസ്, മെല്ലെ മെല്ലെ സെറ്റാക്കാം. നമുക്ക് ഒരു ബൂട്ടിന് വാങ്ങാം, നമുക്ക് എമറാൾഡ് ഉണ്ട്. അപ്പോൾ ഇവന് കുറച്ചുകൂടി സെറ്റാവും. ഇത് ഒരെണ്ണം വിൽക്കണമെന്ന് വെച്ചാൽ അത് വലിയ ലാഭമില്ല, നോക്കാം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കേസ് നിങ്ങൾ 2x കണ്ടിട്ട് കേസ്, ഞാനതൊന്ന് സെറ്റാക്കട്ടെ. ഗൈസ് നമ്മളങ്ങനെ 2 പീസ് കൂടി നമ്മൾ ഇവരെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാങ്ങി ഒന്ന് ഇട്ടാൽ മാത്രം മതി ഗൈസ്, നമ്മളങ്ങനെ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആവും. അപ്പോൾ ഗൈസ് നമുക്ക് ഹെൽമെറ്റും വാങ്ങാം, ഒരു ചെസ്റ്റ് പ്ലേറ്റും വാങ്ങാം, എന്നിട്ട് നമുക്ക് പോയിട്ട് ഇടാം. നമ്മളങ്ങനെ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ നമുക്ക് ഓൾറെഡി ഗൈസ് അഡ്വാൻസ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ ആയി. ലെറ്റ്സ് ഗോ. നമ്മൾ ഈ സർവത്തെ ആദ്യത്തെ ഡയമണ്ട് ആർമർ തോന്നുന്നു ഗൈസ്, എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. എനിക്ക് പറ്റുമെങ്കിൽ ഗൈസ് ഇതൊന്ന് വെക്കണം, ഈ സെർവറിൽ ആൾക്കാർക്ക് വെക്കണം. ഇതൊരു 15 ഡയമണ്ട് വെക്കണം, ചോദിച്ചു നോക്കണം, ചിലപ്പോൾ ഉറപ്പില്ല. പിന്നെ കേസ് നമുക്കൊരു പിക്കാക്സും ഒരു ഷവലും കൂടി വാങ്ങും കേസ്, അപ്പോഴാണ് നമ്മളൊന്ന് ഫുള്ളി സെറ്റ് ആവുള്ളൂ. നമുക്കൊരു പിക്കാക്സും ഒരു ഷവലും കൂടി വാങ്ങും. അപ്പോൾ നമുക്ക് പിന്നെ സോഡ് ഇപ്പോൾ തന്നെ വേണ്ട കേസ്, സോഡ് ഒന്നാമത് എമറാൾഡ് ഇല്ല, പിന്നെ നമുക്ക് ഇപ്പോൾ ആക്സ് ഉപയോഗിക്കണം, കാരണം ജാവല്ലേ. അപ്പോൾ നമുക്ക് ആക്സാണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കേസ്. ഓക്കെ, അപ്പോൾ കേസ് നമുക്ക് വേഗം തന്നെ ഒരു പിക്കാക്സും ഒരു ഷവലും കൂടി വാങ്ങിക്കാം കേസ്. ഓക്കെ, ഇവന് ഞാൻ ഒന്ന് ട്രേഡ് ചെയ്തിട്ടില്ല, ഇതിനകത്ത് അതിന് മാത്രമേ ട്രേഡ് ചെയ്തുള്ളൂ. നമുക്ക് ഇവനൊരു പിക്കാക്സ് വാങ്ങിയിട്ട് പിന്നെ ഒരു ഷവൽ ഇവനെന്തെങ്കിലും വാങ്ങണോ നോക്കട്ടെ. കുഴപ്പമില്ലല്ലേ, അവനെന്തെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ടൂൾസും വാങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെഗാ ബേസൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാം കേസ്, അതാണ് എൻ്റെ പ്ലാൻ. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയാലും നമുക്ക് ബേസ് ഉണ്ടാക്കാനൊക്കെ നമുക്ക്
കുഴപ്പമില്ല കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ കൂടുതലും കുറേ കാര്യങ്ങൾ പറയണം കേസ് ഫസ്റ്റ് ടൈമിൽ. കാരണം എനിക്ക് എൻ്റെ ലെറ്റ്സ് പ്ലേ പോയതും പിന്നെ കുറേ വിഷമമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായി കേസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയമണ്ട് ആർമർ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോറി ഗൈസ്, കാരണം എനിക്ക് ഒരു വീട് ഉണ്ടാക്കാൻ നോക്കണുണ്ടായിരുന്നു, ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കണുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ ചെയ്യാം. സ്റ്റേ ട്യൂൺ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. സീനില്ലാതില്ല. ഇത് നമ്മൾ ഡയമണ്ട് ആർമർ ആയി, നമുക്കിനി പേടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട. നമുക്ക് അയൺ ഫാം ഉണ്ട്. നമ്മളിനി മെഗാബേസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അത് വേഗം തീർക്കണം. അപ്പോൾ അതൊക്കെ പരിപാടി. അപ്പോൾ ഇറ്റ്സ് മീ അറ്റൽ ഹാറ്റ് സൈനിങ് ഔട്ട് ഗൈസ്. Bye guys.